ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് പുളിച്ചാറ് ഉണ്ടാക്കാൻ പോകുകയാണ്. രസം എന്ന് പറയും ചിലവർ, ഞങ്ങൾ പുളിച്ചാറ് എന്ന് പറയും. ഒറ്റപ്പാലം സൈഡിലൊക്കെ പുളിഞ്ചാറ് എന്നാണ് പറയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. എൻ്റെ ഉമ്മ ഒറ്റപ്പാലത്ത്, എൻ്റെ ഉമ്മാൻ്റെ നാട് ഒറ്റപ്പാലമാണ്. അപ്പോൾ അവിടുത്തെ ശൈലിയും ഭാഷയും ഇതൊക്കെ ഞങ്ങൾക്ക് ഏകദേശമൊക്കെ പറയണതൊക്കെ അതേപോലെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പുളിച്ചാറ് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞുതരാം. അപ്പോൾ കുരുമുളകും ചെറിയ ജീരകവും, പിന്നെ കുറച്ച് കൊച്ചുള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില, പച്ചമുളക്, ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം കുരുമുളകും ജീരകവും മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 3 തക്കാളി അതേ മിക്സിയിൽ തന്നെ ആ കുരുമുളകും ജീരകവും ഇട്ട് പൊടിച്ച അതേ ജാറിൽ തന്നെ ഇട്ടിട്ട് ആ തക്കാളി ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്ക് ഇവിടെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് നമ്മൾ കറി വെക്കണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള പുളി വെള്ളത്തിലിട്ടാൽ മതി. ചുടുവെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് പുളി നീര് എളുപ്പം പിഴിയാൻ കിട്ടും. എന്നിട്ട് പിന്നെ ആ തക്കാളിയും ജീരകവും ഉലുവയും കൂടി അരച്ചത് ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ മിക്സിയിൽ തന്നെ, മിക്സി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് തിരിപ്പിച്ചെടുക്കുക. ഒരുപാട് അരക്കണ്ട, മൈ പോലെ അരക്കൊന്നും വേണ്ട, ഒന്ന് തിരിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു കുഞ്ഞി ചട്ടി, മൺചട്ടി സ്റ്റൗവിൽ വെക്കുക. എന്നിട്ട് ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ, ചട്ടി നല്ല ചൂടായിട്ട് എണ്ണ ഒഴിച്ചാൽ മതി. ചട്ടിയൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ എണ്ണ ഒഴിച്ച ശേഷം ചട്ടി ഒന്നിങ്ങനെ തിരിക്കണം കേട്ടോ. എണ്ണ അങ്ങനെ ഒന്ന് തിരിച്ച് ഇതാകണം. എല്ലാം പറഞ്ഞൊരു ചങ്ക കാരണ പോലത്തെ ഒരു മണം വരും മൺചട്ടി ചൂടാകുമ്പോൾ, എണ്ണ ഒഴിച്ചിട്ടില്ലെങ്കിൽ. പിന്നെ അതിലൊഴിക്കാൻ പോണത്, അതിൽ ഈ ഉലുവ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉലുവയും കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഈ ചട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു കുഞ്ഞു ചട്ടികൾ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണില്ലേ. ആ കടുകും ഉലുവയൊക്കെ നന്നായി പൊട്ടി, കടുക് ഫുള്ളും പൊട്ടിയ ശേഷം അടുത്ത ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ പറയുന്നതിൻ്റെ ഇടയിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2 ഉണക്കമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി എല്ലാം കൂടി അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. അത് ഇതുപോലെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിക്കണം. ഒന്നിങ്ങനെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ സമയം നമുക്ക് തീ ഒരുപാട് കൂട്ടി വെക്കണ്ട, കുറച്ച് കമ്മിയാക്കി വെച്ചാൽ മതി. ഒരുപാട് കൂട്ടിയാൽ പെട്ടെന്ന് അതൊരു അടി പിടിച്ച പോലെ ആവും. അപ്പോൾ തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെച്ചിട്ട് മെല്ലെ ഇളക്കി കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഇതൊക്കെ ഇട്ട് ആഡാക്കണ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ അങ്ങനെ ഒരു കുത്തണ ഒരു അടിയിൽ പെട്ടെന്ന് ഇതാവില്ല, നല്ലതാണ്. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതിലേക്ക് മസാലകളാണ് ചേർത്തേണ്ടത്. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അല്ലെങ്കിൽ നിങ്ങൾ എത്രയാണ് വെക്കുന്നത് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിൽ മുളക് പൊടിയും മല്ലിപ്പൊടി അങ്ങനെയൊന്നും ആഡ് ചെയ്യണ്ട. അത്
ആഡ് ചെയ്താൽ പിന്നെ അത് അരച്ച പുളിച്ചാറായി മാറും. അത് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കണ വേറെ ഉണ്ട് കേട്ടോ. അത് അരച്ച പുളിച്ചാറായിട്ട് അത് മുളകും മല്ലിയൊക്കെ പൊടിയല്ലാത്തത് വറുത്തിട്ട് ഇതുപോലെ പുളിച്ചാറ് വെക്കണ സമയത്ത് അത് അരച്ചെടുത്തിട്ട് വെക്കാറുണ്ട് കേട്ടോ. അത് അരച്ച പുളിച്ചാറാണ്. പിന്നെ മുളകും മല്ലിയൊക്കെ ഇട്ട് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പിന്നെ വേറെ ടേസ്റ്റ് ഇരിക്കുക. ഇതിങ്ങനെ വെക്കണതാണ്. ഇതാണ് ഞങ്ങൾ ഒറ്റപ്പാലത്തേൻ്റെ പുളിഞ്ചാറ്. പിന്നെ ഈ തക്കാളി ആ പൊടികളും ഉലുവയും ജീരകവും അരച്ചതും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുത്ത് ഉള്ളിയൊക്കെ നല്ല ചുവന്ന് വന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ആ സമയം തക്കാളി ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഇതുപോലെ കുറച്ചൊന്ന് അതിൻ്റെ ഒന്ന് ഇതാകണ വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ചോറിന് നല്ല ടേസ്റ്റാണ്. ഇത് കുറച്ച് ഒരു ഉണക്കമീനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഉണക്കലോ മാന്തളോ തുണ്ടമീനൊക്കെ കിട്ടിയാൽ അധികവും നോയമ്പ് സമയത്താണ് ഈ അത്താഴത്തിനൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഇതുപോലെ ഒരു പുളിച്ചാറും ഒരു തുണ്ട് മീനും പിന്നെ അല്ലെങ്കിൽ ഒരു മാന്തളോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ ചോറ് ഇറങ്ങണ വഴി അറിയില്ല കേട്ടോ. പക്ഷേ ഈ പുളിച്ചാറ് വെച്ച് എപ്പോഴും നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ പുളിച്ചാറ് വെച്ച് ഇറക്കിയ ഉടനെ ആ ചൂട് ചോറ് ഇതും കൂടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി. ഇത് ഞാൻ ഇതുണ്ടാക്കിയാൽ പിറ്റേ ദിവസമൊക്കെ ഈ പുളിച്ചാറ് പിറ്റേ ദിവസത്തിനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ ഇത് പഴകും തോറും ഞാൻ എത്ര ദിവസം വേണമെങ്കിലും ഈ കറി കൂട്ടാറുണ്ട്. വേറെ കറികളൊന്നും എനിക്ക് പഴകിയാൽ അത്ര ഇഷ്ടമല്ല. പുളിച്ചാറ് മീൻ കറി അതൊക്കെ പഴകുമ്പോൾ പഴക ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇത് ഒരുപാട് തിളച്ച് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരുപാട് ടൈറ്റായിട്ട് അടക്കാണ്ട് ഒന്ന് തുറന്ന പോലെ അടച്ചാൽ മതി. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയതാണ്. ഒരുപാട് പണിയൊന്നുമില്ല. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ ഇതാണ് പുളിഞ്ചാറ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.